കണ്ടു പഠിക്കണ്ടേ പിണറായി? ഇതുപോലെയാണ് അന്യായമായി ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്നവർക്ക് നേരെ സ്വീകരിക്കേണ്ട നടപടി. മാതൃക കാണിച്ചു തന്നത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ തന്നെയല്ലേ? ഇതുപോലെയല്ലേ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ആശമാരുടെ സമരത്തിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനും ഒരു ന്യായമൊക്കെ വേണ്ടേ? സംസ്ഥാന സർക്കാരുമായി യാതൊരുവിധ സമവായത്തിനും തയ്യാറാകാതെ കേന്ദ്രത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഈ കാണിക്കുന്ന ധാർഷ്ട്യം ചെറുതൊന്നുമല്ല. നുള്ളേണ്ടത് മുളയിലേ നുള്ളേണമെന്ന് കേട്ടിട്ടില്ലേ? ഒരു തരത്തിൽ ചെയ്യേണ്ടത് അതുതന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരൊറ്റ വിഭാഗത്തിനും അവർക്ക് വേണ്ടതൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടി ഇമാതിരി സെക്രട്ടേറിയറ്റ് പഠിക്കലും മന്ത്രിമാരുടെ വസതിക്ക് മുന്നിലും സത്യാഗ്രഹം ഇരുന്നാൽ മതിയല്ലോ. ഇതൊരു ഉഗ്രൻ മാതൃകയാണ്. ഒരിക്കലെങ്കിലും ചെയ്യേണ്ടത് ചെയ്താൽ പിന്നെ ആരും ഇമാതിരി കോൺഗ്രസിന്റെ തിരക്കഥയും കൊണ്ട് നാടകം കളിക്കാൻ വരില്ല. ന്യായമായ ആവശ്യങ്ങൾക്ക് സമരം ചെയ്യുന്നതൊക്കെ കൊള്ളാം. അതെല്ലാം സാധിച്ചു തരാൻ കഴിയില്ല എന്നുള്ളതിന്റെ കുറച്ചെങ്കിലും സത്യാവസ്ഥ ഉൾക്കൊള്ളാനും ഒരു പരിധിവരെ സമവായ ചർച്ചയ്ക്ക് മുതിരാനും എല്ലാവരും തയ്യാറാകേണ്ടതല്ലേ? ഇപ്പോൾ ശമ്പള പരിഷ്കരണം അടക്കം ആവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരം നടത്തുന്ന വനിതകളടക്കമുള്ള 2200 ആരോഗ്യ പ്രവർത്തകരെ പിരിച്ചുവിട്ട് ഗുജറാത്തിലെ BJP സർക്കാർ 5000 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. 8 ജില്ലകളിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെയും ഉപകേന്ദ്രങ്ങളിലെയും ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. സമരം ശക്തമാക്കുമെന്ന നിലപാടിലാണ് ആരോഗ്യ പ്രവർത്തകർ. ഗുജറാത്തിലെ PHCകളിലെയും കമ്മ്യൂണിറ്റി സെന്ററുകളിലെയും കരാർ ജീവനക്കാരും സ്ഥിരം ആരോഗ്യ ജീവനക്കാരും അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ മാർച്ച് 12 മുതൽ ഗാന്ധിനഗറിൽ അനിശ്ചിതകാല സമരത്തിലാണ്. സമരം തകർക്കാൻ മാർച്ച് 20-ന് സർക്കാർ അവശ്യ സേന നിയമം പ്രഖ്യാപിച്ചു. പിന്നാലെയാണ് കൂട്ട പിരിച്ചുവിടൽ. സർഗാന്ത് ജില്ലയിൽ മാത്രം 406 ആരോഗ്യ പ്രവർത്തകരെ പിരിച്ചുവിട്ടു. 55 സൂപ്പർവൈസർ കേഡറ്റ് ജീവനക്കാർക്ക് കുറ്റപത്രം നൽകിയെന്നും ജില്ലാ ചീഫ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ രാജ് സുതാരി അറിയിച്ചു. ഗ്രേഡ് പേ പരിഷ്കരിക്കുക, ടെക്നിക്കൽ കേഡറ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആരോഗ്യ പ്രവർത്തകർ സമരം തുടങ്ങിയത്. ഇവർക്ക് പ്രതിമാസം ലഭിക്കുന്ന തുക വർദ്ധിപ്പിക്കണമെന്ന് 5 വർഷമായി സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഫലമില്ല. സംസ്ഥാനത്ത് അതിരൂക്ഷമായ വിലക്കയറ്റമടക്കമുള്ള സാഹചര്യത്തിൽ 25% വേതന വർധനവാണ് ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധം തണുപ്പിക്കാൻ വിഷയം പഠിക്കാൻ മന്ത്രിതല സമിതിയെ നിയമിച്ചിരുന്നു. സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ എതിരെയൊക്കെ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറാകാതെയുള്ള ഇത്തരം സമര കോലാഹലങ്ങൾ നടത്തിയാൽ അതൊരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന പേരിൽ പുറത്ത് തൊഴിലാളികളോട് അർഹമായതിലും അധികം പരിഗണന കാണിക്കാൻ തയ്യാറാവുന്നത് കൊണ്ടാണ് ഗുജറാത്തിലെ പോലെ കേരളത്തിലെയും ആശാവർക്കർമാർ ഈച്ചയടിച്ച് വീട്ടിൽ പോയി ഇരിക്കാത്തത്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ചെയ്താൽ നഷ്ടമുണ്ടാവുക ഈ പറയുന്ന ആശാ തൊഴിലാളികൾക്ക് മാത്രമാണ്. കൂടെ നിന്ന് തുള്ളിക്കുന്ന മറ്റ് പാർട്ടിക്കാർക്കൊന്നും യാതൊരുവിധ നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല ആശമാർക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ അണിയറയിലെ ആരും മുന്നോട്ടിറങ്ങി വരികയുമില്ല. ഇത് തീർത്തും പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടാതിരിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്നതാണ്. എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ആശമാരെ ജാഗ്രത.